ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ രാത്രിയാണ് ഈ പരിപാടി പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് സൂപ്രണ്ടന്റ് സാർ വിളിച്ചത്. അപ്പോ ഞാൻ ഓൾറെഡി ഒന്ന് എൻഗേജ്ഡ് ആയിരുന്നു. അത് പല കാര്യം പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ നാളെ വൈകിട്ട് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പോസിബിൾ അല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു അരമണിക്കൂർ സമയം ചോദിച്ചു. ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എനിക്ക് തന്നെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പൗരൻ എന്നുള്ള തരത്തില് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതിന്റെ ഭാഗമാവുക എന്നുള്ളത് ഒരു ഒരു നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളും സൂപ്രണ്ട് സാറിനോട് കുറിച്ചെല്ലാം ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും ഞാൻ ബാലസംഘത്തിലൂടെ കലാരംഗത്തേക്ക് വന്ന ഒരാളാണ്. അപ്പൊ ഒരു 4ാം ക്ലാസ് മുതൽ ഞാൻ പലപ്പോഴും ഈ സംഘടനയോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ഒരാളെന്നുള്ള തരത്തിൽ ഭയങ്കര ഒരു അഭിമാനമുണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോ ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ. അല്ലെങ്കിൽ എനിക്ക് മിനിസ്റ്റർ പറഞ്ഞതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു മനുഷ്യനും ഒരു രോഗിയും നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തില്ല, അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്ന ഒരു ചിന്ത തന്നെ. കാര്യം പലപ്പോഴും ഒരു അസുഖം നമ്മളെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം ഒരാൾക്ക് വരുന്നു എന്ന് പറയുന്നത് അതൊരാൾക്കല്ല, ഒരു കുടുംബത്തിനാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനെയാണ് അത് ബാധിക്കുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ സാധാരണ ഒരു പ്രൈവറ്റ് ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയില് ഞാൻ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ടച്ചിലുണ്ട് ഇവിടുത്തെ. അപ്പോ അവർക്ക് എത്രത്തോളം സൗകര്യങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ വളരെ താഴ്ന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ചേച്ചിയുടെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരുപക്ഷെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഞാൻ ഇവിടെ ഉള്ള ആളുകളായിട്ട് ഫോൺ സംസാരിക്കുമ്പോഴൊക്കെ ഒരു സാധാരണക്കാരനെ നമ്മുടെ ഒരു ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഇത്തരം ഒരു ജനറൽ ആശുപത്രി എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു റിയാലിറ്റി ഞാൻ അടുത്തറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആശുപത്രിയിൽ വരുന്നതും അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതും അതിയായ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനൊരു പ്രസംഗത്തിനും മുതിരുന്നില്ല. ഇവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഒരു തവണ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അവയവ ദാന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായിട്ട്